നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രിയപുത്രന്മാർക്ക് കണ്ണീരോടെ വിട ചൊല്ലി UAE. അണിചേർന്ന അജ്മാൻ ഭരണാധികാരിയും. ബാഗേജ് പരിധി. പ്രവാസികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ തീരുമാനം പിൻവലിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. കുട്ടികൾക്ക് 90% നിരക്കിളവുമായി ജസീറ എയർവേസ്. ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ 16 മുതൽ VIP പാക്കുകൾ വാങ്ങാം വെർജിൻ മെഗാ സ്റ്റോറിൽ നിന്ന്. കുന്നംകുളം NRI ഫോറം ഓണാഘോഷം. കസ്റ്റംസ് സഹകരണത്തിന് US-മായി കരാറായി. ജിദ്ദയിൽ 13 ടൺ കേടായ കോഴിയിറച്ചി പിടികൂടി നശിപ്പിച്ചു. പ്രിയപുത്രന്മാർക്ക് കണ്ണീരോടെ വിട ചൊല്ലി UAE. അണിചേർന്ന അജ്മാൻ ഭരണാധികാരിയും. കർത്തവ്യ നിർവഹണത്തിനിടെ അപകടത്തിൽ മരിച്ച UAE സൈനികരായ നാസർ മുഹമ്മദ് യൂസഫ് അൽ ഭലൂഷിയുടെയും അബ്ദുൽ അസീസ് സയ്യിദ് സബത്ത് അൽ തുനൈജിയുടെയും മയ്യത്ത് സംസ്കാരം അജ്മാൻ പള്ളിയിൽ നടന്നു. ഇന്ന് വൈകിട്ട് അജ്മാനിലെ അൽ ജുർഫ് ഏരിയയിലെ ഷെയ്ഖ് സായിദ് പള്ളിയിലായിരുന്നു പ്രാർത്ഥന. പിന്നീട് അൽ ജുർഫ് ഖബർസ്ഥാനിൽ ഭൗതിക ശരീരങ്ങൾ സംസ്കരിച്ചു. ഈ മാസം 24-നായിരുന്നു അപകടം. സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമിയും അജ്മാൻ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുവൈമിയും മഗ്രിബിന് ശേഷം നടന്ന മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അജ്മാൻ. ബാഗേജ് പരിധി. പ്രവാസികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ തീരുമാനം പിൻവലിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് UAE ഇന്ത്യ സെക്ടറിൽ വെട്ടിക്കുറച്ച സൗജന്യ ബാഗേജ് പരിധി പ്രവാസികളുടെ വൻ പ്രതിഷേധത്തെ തുടർന്ന് പുനഃസ്ഥാപിച്ചു. ഇന്ന് അർദ്ധരാത്രി 12-ന് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉടമകൾക്ക് 30 കിലോ ബാഗേജ് കൊണ്ടുപോകാം. നേരത്തെ 20 കിലോയാക്കിയാണ് കുറച്ചിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് ബാഗേജ് പരിധി 30-ൽ നിന്ന് 20 കിലോയാക്കി കുറച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അബുദാബി. കുട്ടികൾക്ക് 90% നിരക്കിളവുമായി ജസീറ എയർവേസ്. 2 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ 90% ഇളവ് പ്രഖ്യാപിച്ച് ജസീറ എയർവേസ്. ഒക്ടോബർ 19-ന് മുൻപ് ടിക്കറ്റ് എടുക്കുകയും ഡിസംബർ 15-നകം യാത്ര ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം. വിവിധ സെക്ടറുകളിലേക്ക് വ്യത്യസ്ത നിരക്കിളവാണ് ലഭിക്കുക. വർദ്ധിച്ച വിമാന നിരക്ക് മൂലം യാത്രയിൽ കുട്ടികളെ ഒഴിവാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിരക്കിളവ് നൽകുന്നതെന്ന് എയർലൈൻ അറിയിച്ചു. അവധിക്കാലം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ ഇതിലൂടെ അവസരമൊരുങ്ങുന്നു. ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് ആനുകൂല്യം ലഭ്യമാകാൻ J9 കിഡ്സ് പ്രൊമോ കോഡ് ഉപയോഗിക്കണം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് കുവൈറ്റ് സിറ്റി. ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ 16 മുതൽ VIP പാക്കുകൾ വാങ്ങാം വെർജിൻ മെഗാ സ്റ്റോറിൽ നിന്ന്. ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കുന്നതിനുള്ള VIP പാക്കുകൾ അംഗീകൃത പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ. വെർജിൻ മെഗാ സ്റ്റോറിൽ നിന്നാണ് VIP പാക്ക് വാങ്ങേണ്ടത്. അംഗീകാരമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് വാങ്ങുന്നവയ്ക്ക് സാധുതയുണ്ടാകില്ല. പുതിയ സീസണിലേക്കുള്ള VIP പാക്കുകളുടെ ബുക്കിംഗ് 24-ന് തുടങ്ങി. ഈ മാസം 28 രാവിലെ 9 വരെ ഓൺലൈൻ വഴി വാങ്ങാം. വിസ്മയ കാഴ്ചകളുടെ കലവറയുമായി ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസണിന് ഒക്ടോബർ 16-ന് തുടക്കമാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദുബായ്. കുന്നംകുളം NRI ഫോറം ഓണാഘോഷം. കുന്നംകുളം NRI ഫോറം കുന്നോളം പൊന്നോണം ഓണാഘോഷം നടത്തി. ഗ്രാൻഡ് ഹാൾ മാനേജർ അബ്ദുൾ റഹ്മാൻ അൽ റൈസി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയോടെ തുടങ്ങിയ പരിപാടിയിൽ UAE-യിലെ വിവിധ കലാകാരന്മാരും കേരളത്തിൽ നിന്നുള്ള റാപ്പ് സംഗീത ബാൻഡ് MHR-ഉം അണിനിരന്നു. പ്രസിഡന്റ് സുനിൽ കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രോഹിത്, ഓണം കൺവീനർ ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അജ്മാൻ. കസ്റ്റംസ് സഹകരണത്തിന് US-മായി കരാറായി. അമേരിക്കയുമായി കസ്റ്റംസ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ UAE ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും വ്യാപാര വിനിമയം വർദ്ധിപ്പിക്കാനും കസ്റ്റംസ് ലംഘനങ്ങളും അനധികൃത വ്യാപാരവും കുറയ്ക്കാനും കരാർ സഹായിക്കും.
പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ US സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പിട്ടത്. UAE പ്രതിനിധീകരിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ചെയർമാൻ അലി മുഹമ്മദ് അൽ ഷംസി, US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആക്ടിംഗ് കമ്മീഷണർ ട്രോയ് എ മില്ലർ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ജിദ്ദയിൽ 13 ടൺ കേടായ കോഴിയിറച്ചി പിടികൂടി നശിപ്പിച്ചു. ജിദ്ദയിൽ വിതരണത്തിന് വെച്ചിരുന്ന 13 ടണ്ണ് കേടായ കോഴിയിറച്ചി മുനിസിപ്പാലിറ്റി അധികൃതർ പിടികൂടി നശിപ്പിച്ചു. ഉറവിടമറിയാത്ത 13 ടൺ കോഴി, കാലഹരണപ്പെട്ട 3 ടൺ കോഴി, 5 ടൺ കേടായ അസംസ്കൃത വസ്തുക്കൾ എന്നിവയും വിതരണത്തിന് തയ്യാറായ 2 ടൺ ബോൺലെസ് ചിക്കനും പിടിച്ചെടുത്തു. ജിദ്ദയുടെ തെക്കു ഭാഗത്ത് അബു ജലപ്രദേശത്തെ റെസിഡൻഷ്യൽ സൈറ്റിലെ മുനിസിപ്പാലിറ്റിയുടെ ഫീൽഡ് ക്യാമ്പയിനിലാണ് കേടായതും കാലഹരണപ്പെട്ടതുമായ കോഴിയിറച്ചി കണ്ടെത്തിയത്. കോഴിയിറച്ചിക്ക് പുറമെ 2 ടൺ മസാല മിക്സും 500 കിലോ ഉണങ്ങിയ ബർഗർ ബ്രെഡും മസാല കുഴയ്ക്കാനുള്ള യന്ത്രവും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.